Hello students. Good morning all. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത എക്സസൈസിൻ്റെ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. കണ്ടോ, ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത്? 3,10ഉം അതുപോലെ തന്നെ 6,-8ഉം അങ്ങനെ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സിനെ വേറൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ആ ലൈൻ ഒന്ന് വരച്ചിടാം. ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ലൈനിൻ്റെ 2 എൻഡ് പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. -3,10. അടുത്ത ഏതാ? 6,-8. And these points, the line connecting these 2 points is being divided by another point. Okay, എത്രയാ പോയിന്റ്? എത്രയാ? -1,6. And you have to calculate in which ratio this line is being divided. You need to calculate the ratio in which this point is being divided. Okay, അപ്പോൾ ഇവിടെ we will give an assumption that this point, let us mark these points. This is point A, this is point B, and this is point C. And I'm going to mark this point C, and I'm just giving an assumption that this point C is divided in the ratio k:1. ഈ പോയിന്റ് അതായത് -1,6 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ലൈന് എന്ത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു? k:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് ഈ k:1 എന്ന് കൊടുക്കാൻ കാര്യം എന്നറിയോ? നമ്മളിപ്പോൾ m:1 റേഷ്യോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ 2 അൺനോൺസ് വരും. അപ്പോൾ k:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറ്റ അൺനോണേ ഉള്ളൂ k. അപ്പോൾ k:1 എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, k:2 കൊടുത്താലും മതി. അപ്പോൾ കാൽക്കുലേഷൻസ് കോംപ്ലക്സ് ആവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ യു ജസ്റ്റ് കൺസിഡർ ദാറ്റ് ദിസ് പോയിന്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ k:1. ഓക്കെ, m:1 പകരം k:1. ബാക്കി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് പറയാം. നോക്കിക്കോ, നമ്മുടെ ഈ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, x = അല്ലേ mx2. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അത് mx2 + nx1/m+n അല്ലേ. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഏത് പോയിന്റ് ആണ്? ഈ സി എന്ന് പറയുന്ന അവിടുത്തെ എക്സ് കോർഡിനേറ്റ്. ഓൾറെഡി എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് -1 എന്ന്. അപ്പോൾ അത് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഫോർമുലയാണ് mx2 + nx1/m+n. y കോർഡിനേറ്റ് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഫോർമുല എന്താ? my2 + ny1/m+n. So here our ratio m:1 is k:1. Okay, so just substitute k in the positions of m. Okay, and you are given the points. X coordinate is -1, y coordinate is 6. So k × 6 + 1 × -3. നിങ്ങൾക്ക് പോയിന്റ്സ് അറിയാലോ അല്ലേ? ഇതാണ് നമ്മുടെ 2 പോയിന്റ്സ് കേട്ടോ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. This is x1, this is y1, this is x2, this is y2, and these are points x and y. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇപ്പോൾ ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. mx2 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ആണ് കേട്ടോ. അപ്പോൾ k × 6 + 1 × -3 ഡിവൈഡ് ബൈ k + 1, കോമ നെക്സ്റ്റ് y കോർഡിനേറ്റ് k × -8 + 1 × 10 ഡിവൈഡ് ബൈ k + 1. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -1 കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. എന്താണ്? k × 6 + 1 × -3 ഡിവൈഡ് ബൈ k + 1. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ -1നെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. -1 = 6k - 3/k + 1. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? -1 × k is -k -1 = എത്രയാണ്? 6k + 6k - 3 അല്ലേ? നിങ്ങൾ അതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പം -k - 6k = -3 + 1. സോ 7k = 2, അല്ലെങ്കിൽ എന്ത് കിട്ടും? k = എത്ര എന്ന് പറഞ്ഞ് കിട്ടും? 2/7. സോ we said that the point divides the line segment in the ratio k:1. അപ്പോൾ k എത്രയാണ്? 2/7. 2/7 അല്ലേ? അപ്പോൾ റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 2 സൈഡിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ. 2 സൈഡിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് എന്ത് വരും? ഇത് ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ റേഷ്യോ എത്രയെന്ന് പറഞ്ഞ് കിട്ടി? 2:7. സോ ദാറ്റ് പോയിന്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ 2:7. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഇക്വേറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേണേൽ വൈ കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. വൈ കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ? 6 = -8k +
10 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. 6k പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 8k പ്ലസ് 10 ഉണ്ടോ? അപ്പോൾ ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര കിട്ടും? 14k ഇസ് ഈക്വൽ ടു ഇങ്ങോട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പം 6k പ്ലസ് 6 അല്ലേ ഇവിടെ വരുന്നത്? സോറി, 6 ഉണ്ടേ. 6k പ്ലസ് 6 ആണ്. അത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 6k പ്ലസ് 6 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 8k പ്ലസ് 10. അപ്പോൾ ഇവിടെ 6k പ്ലസ് 6 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 8k പ്ലസ് 10. അപ്പം 6k പ്ലസ് 8k എത്ര കിട്ടും? 14k ഇസ് ഈക്വൽ ടു എത്ര വരും? 10 മൈനസ് 6 അല്ലേ? 10 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? ആൻസർ 4 അല്ലേ? അപ്പം k എന്ന് പറയുന്നത് എത്ര കിട്ടി? 4/14. or when you solve it, it is 2/7. okay, so k is 2/7. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ അത് തന്നെയല്ലേ? 2/7 എന്ന് തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾ എക്സ് കോർഡിനേറ്റ് തന്നെ സോൾവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, വൈ കോർഡിനേറ്റ് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ, ഐഡിയ ക്ലിയർ ആണ്. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു എല്ലാവരും. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് -2,2 ആൻഡ് b 2,8 into 4 equal parts. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പല മെത്തേഡ്സിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെയും മെത്തേഡ്സ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു വഴി പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ ഒരു കൺവെൻഷണൽ മെത്തേഡ് ഇത് തന്നെയാണ്. പക്ഷേ ഇതിലും കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ്സ് ഉണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് തരാം. നിങ്ങൾക്ക് എക്സാംസിന് ടൈമൊക്കെ സേവ് ചെയ്യാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ഇൻറ്റു 4 equal parts. നൗ ഐ ആം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഹിയർ. ഉണ്ടോ? ഇതൊരു ലൈനാണ്. ഈ ലൈനിൻ്റെ എൻഡിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. എത്രയൊക്കെയാ? -2ഉം -2ഉം പിന്നെ അടുത്ത പോയിന്റ് എത്രയാ? 2,8. ഓക്കെ, അപ്പം നമ്മുടെ ലൈനിൻ്റെ എൻഡിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഇതല്ലേ. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പോയിന്റ്സ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഇൻറ്റു 4 equal parts. അപ്പോൾ ബാക്കിയുള്ള പാർട്സ് എല്ലാം ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതൊരു പാർട്ടാണ്. ഓക്കെ, ഇത് അടുത്ത പാർട്ട്. എത്ര പാർട്സ് ആയി? 1, 2, 3, 4. ഇപ്പം 4 ഈക്വൽ പാർട്സ് ആയി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് ഒരു പാർട്ടാണ്, ഇതൊരു പാർട്ടാണ്. ഇത് വീണ്ടും അടുത്ത പാർട്ട്, ഇത് വീണ്ടും അടുത്ത പാർട്ട്. എല്ലാം ഈക്വൽ പാർട്സ് ആണ്. പക്ഷെ ഞാൻ കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ, ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ നോക്കിയേ. ഇവിടെ നിന്ന് ഇവിടം വരെ 1 + 1 2 അല്ലേ? അതുപോലെ തന്നെ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടും 1 + 1 2 അല്ലേ? അപ്പോൾ ശരിക്കും ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് അല്ലേ? ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റ് കണ്ടോ? 2 റെഡ് കളർ ഉണ്ട്, പക്ഷെ ഞാൻ ഈ താഴെ വരച്ചേക്കുന്ന 2 വര വരച്ചേക്കുന്ന അതിന്റെ മുകളിലുള്ള ആ ഒരു പോയിന്റ് കണ്ടോ? ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റിന്റെ എന്താണ്? എക്സാക്ട് മിഡ് പോയിന്റ് ആണ്. കാര്യം ഇത് 1 ആണ്, ഇത് 1 ആണ്, 1 + 1 2 ആണ് അല്ലേ? ഇവിടെ 1 ആണ്, 1 ആണ്, 1 + 1 2 ആണ്. അപ്പോൾ ഇത് 2 രണ്ടിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് 2 ആണ്. സോ ദിസ് red color point is the exact midpoint of these line segments. So you can calculate the point. Okay, you can calculate that point. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് y എന്ന് പറഞ്ഞാണ് അതിനെ മാർക്ക് ചെയ്തേക്കുന്നത്. How can you calculate y? Using midpoint formula. എന്ത് ചെയ്താൽ മതി? x1 + x2 അല്ലേ? അങ്ങനല്ലേ? ഈ രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്യാം. -2 + 2 ഡിവൈഡഡ് ബൈ 2. x1 + x2 / 2. ഇനി y കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലോ 2 + 8 / 2. സോ ആൻസർ ഈസ് 0,5. സോ ദിസ് പോയിന്റ് ഈസ് 0,5. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0,5. കിട്ടിയണ്ടോ? ഇനി നമുക്കിനി അടുത്ത പോയിന്റ്സിലോട്ട് എടുക്കാം. നമുക്ക് അടുത്തത് ഏത് പോയിന്റ് എടുക്കാം? എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ഓക്കെ, നോക്കിക്കോ മക്കളെ, നിങ്ങൾ ഇവിടുത്തെ ഈ എൻഡിലെ പോയിന്റ് കണ്ടോ? -2,2.
0,5. അതിൻ്റെ എക്സാക്ട് മിഡ് പോയിന്റ് അല്ലേ എക്സ് എന്ന് പറയുന്നത്. -2,2ൻ്റെയും 0,5ൻ്റെ എക്സാക്ട് മിഡ് പോയിന്റ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പുറത്തോട്ടും 1 ആണ്, അപ്പുറത്തോട്ടും 1 ആണ്. ഉണ്ട്, രണ്ട് സൈഡിലോട്ടും 1 അല്ലേ നിൽക്കുന്നത്, ഈക്വൽ അല്ലേ. അതേ നോക്കി, ഇപ്പുറത്തോട്ടും 1 ആണ്, ഇപ്പുറത്തോട്ടും 1 ആണ്. സോ ദിസ് എക്സ് ഈസ് ദ എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് എ വൈ. സോ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദാറ്റ് പോയിന്റ്? -2 + 0 അല്ലേ, -2 + 0 -2 + 0 divided by 2. So the answer is -1. So ഈ എക്സിൻ്റെ കോർഡിനേറ്റ് കിട്ടിയല്ലോ -1. ഇനി വൈ കോർഡിനേറ്റ് എത്രയാണ്? 2 + 0 2 + 5 2 + 5/2 2 + 5/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7/2 ഉണ്ടോ? അപ്പം നമ്മൾ എക്സിൻ്റെ കോർഡിനേറ്റ് എടുത്ത് കണ്ടോ, -1, 7/2. ഇല്ലേ നിങ്ങൾക്ക് വേറെ ഫോർമുലാസ് ഉപയോഗിക്കാം കേട്ടോ. ഏതാണെന്നറിയോ? mx2 + nx1/m + n ഉപയോഗിക്കാം. അത് ചെയ്താൽ ഇത് തന്നെ കിട്ടും നിങ്ങൾക്ക് ആൻസർ. കുറേ കൂടെ എളുപ്പമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇസഡ് എന്ന് പറയുന്നത് എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് എന്താണ്? വൈ ബി ആണ്. വൈ ബിയുടെ എക്സാക്ട് മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെഡ്. വൈ ബിയുടെ എക്സാക്ട് മിഡ് പോയിന്റ് ആണ് ഇസഡ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? x1 + x2/2. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ കോർഡിനേറ്റ് /2, വൈൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ y1 + y2/2. അപ്പോൾ എത്ര കിട്ടും? എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 0 + 2 2/2. ആൻസർ എത്ര കിട്ടും? 1. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 5 + 8. അപ്പോൾ എത്ര വരും? 13/2. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പോയിന്റ്സ് എടുത്ത് നോക്കിയോ, 1,13/2 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് കണ്ടുപിടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. കുറച്ചൊന്ന് ആലോചിക്കണമെന്നേ ഉള്ളൂ. ഇനി അങ്ങനെ ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളല്ലാതെ ഡയറക്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കൺവെൻഷണൽ മെത്തേഡിലും ചെയ്യാം. എങ്ങനെ കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പം എല്ലാം ഈക്വൽ ഡിവിഷനാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ വൈയും ഇസഡ് ഒന്നും കൺസിഡർ ചെയ്യരുത്. അപ്പം ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് വരെയുള്ള ദൂരം എത്രയാണ്? 1. മിച്ചമുള്ള ദൂരം എത്രയാണ്? 3 അല്ലേ. അപ്പം എക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്ത് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു? 1:3 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താണ്? mx2 + nx1 എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ 1ഉം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3ഉം. ഇപ്പം ഞാനിവിടെ എഴുതാം, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3ഉം. ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 × 2 കണ്ടോ, 1 × 2 mx2 പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്ര? 3 3 × -2 ഡിവൈഡ് ബൈ m + n 1 + 3 ഉണ്ടോ. അതുപോലെ തന്നെ പിന്നെ എന്ത് എഴുതണം? വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ 1 × 8 പ്ലസ് എത്രയാണ്? 3 × 2 ഡിവൈഡ് ബൈ 1 + 3. അങ്ങനെ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം? മിഡ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇസഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എ തുടങ്ങി ഇസഡ് വരെ എത്ര ഉണ്ട് ദൂരം നോക്കണം. എ തുടങ്ങി ഇസഡ് വരെ ഇത് 1 ആണ്, ഇത് 1 ആണ്, 1 ആണ്. അപ്പോൾ 1 + 1 + 1 അപ്പോൾ എത്ര ഉണ്ട്? 3. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അളക്കുമ്പോൾ 3 യൂണിറ്റ്സ് ഉണ്ട്, റൈറ്റ് സൈഡിലോട്ട് 1 യൂണിറ്റ്. അപ്പോൾ റേഷ്യോ എത്രയാണ്? 3:1. അപ്പോൾ m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3:1 അല്ലേ. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇസഡ് എന്ന് പറയുന്ന പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും എടുക്കരുത്. അപ്പോൾ എന്ത് വരും? 3:1 ആകുമ്പോൾ mx2 3 × 2 പ്ലസ് അല്ലേ 3 × 2 പ്ലസ് 1 × -2 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 × -2 ഡിവൈഡ് ബൈ 3 + 1. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മെത്തേഡ്സ് 2 മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 2 മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷേ സാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡാണ്. കുറച്ച് ആലോചിക്കാനുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഐഡിയ വളരെ ക്ലിയർ ആണത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ചോ. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ സെഗ്മെന്റ് ആദ്യം ഞാൻ തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. AB ഉണ്ടോ? അതിനെ 4 ഈക്വൽ സെഗ്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്യുക, തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ മാറ്റുക. 1 1 1 1 കണ്ടോ. അപ്പം നിങ്ങൾ നോക്കിയാൽ ഈ y എന്ന് പറയുന്നതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് എത്ര യൂണിറ്റ് ഉണ്ട്? 2 യൂണിറ്റ്. വൈൻ്റെ റൈറ്റ് സൈഡിലോട്ട് എത്ര യൂണിറ്റ് ഉണ്ട്? 2 യൂണിറ്റ്. സോ ഇറ്റ് ഇസ് ഈക്വലി ഡിവൈഡഡ്. സോ എന്ത് റേഷ്യോ ആണ്? 2:1 അല്ലെങ്കിൽ 2:2. ഇപ്പുറത്തോട്ടും 2 ഇപ്പുറത്തോട്ടും 2:2 എന്ന് പറഞ്ഞാൽ എത്ര? 1:1 തന്നെ വരത്തില്ലേ. അപ്പോൾ ഈ y എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് വിളിച്ചെടുക്കും? -2 + 2 x1 + x2/2. അപ്പോൾ ആൻസർ 0 കിട്ടും. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ 2 + 8/2 അപ്പോൾ എത്ര കിട്ടും? 5. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി y. ഇനി y കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള എക്സ് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? y-യുടെ മിഡ് പോയിന്റ് ആണ് x. അപ്പോൾ എന്ത് ചെയ്താൽ മതി? x1 + x2/2. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ y1 + y2/2. അപ്പോൾ നിങ്ങൾക്ക് x കിട്ടും. ഇനി y കണ്ടുപിടിച്ചിട്ടുണ്ട്, b ഉണ്ടെങ്കിൽ z കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിക്കും? വൈയിലെ പോയിന്റ് നമ്മുടെ ഉണ്ട് 0, 5. അപ്പം
0, 5, 2, 8ൻ്റെ മിഡ് പോയിന്റ് ആണ് ഇസഡ്. അപ്പോൾ 0 + 2/2 എത്ര കിട്ടും? 1. 5 + 8 by 2. ഓക്കെ, 13/2. അങ്ങനെ ഇസഡ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ ഐഡിയ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആണോ നോക്കുക മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ എക്സസൈസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സസൈസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോംബസ്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോംബസ്. ദ വെർട്ടിസസ് ആർ ഗിവൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റോംബസിലെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബ്രാക്കറ്റ്സിൽ എഴുതി തന്നിട്ടുണ്ട്, നിങ്ങളത് ഓർത്തിരിക്കണം. ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണ് എന്തെന്ന് പറയുന്നത്? റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ റോംബസിൻ്റെ പോയിന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? -1, 4, 4, 5, 3, 0, -1, -2. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ലെങ്ത് AC യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. AC-നെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചെടുക്കാം. ഇവിടെ നിങ്ങൾ റൂട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ റൂട്ട് ഇട്ട് കൊടുത്താൽ റൂട്ട് ഓഫ് കേട്ടോ. അപ്പോൾ എന്ത് വരും? AC-യുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് x2 - x1 എന്ന് പറഞ്ഞാൽ 3 - -1 എന്ന് പറഞ്ഞാൽ 3 + 1 വരും. ദോൾ സ്ക്വയർ പ്ലസ് 0 - 4 ദോൾ സ്ക്വയർ. ആൻസർ ഈസ് √32. √32 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 4√2. ഇനി ലെങ്ത് ഓഫ് ഡയഗണൽ BD എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? സെയിം തന്നെ. എങ്ങനെയാണ് ചെയ്യുന്നത്? BD എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 - x1. 4 - -2 എന്നോ -2 - 4 എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓർഡർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് വരും? 4 - -2 4 + 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - -1 5 + 1 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര ഇടും? 36 + 36. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ √72 വരും. 72ൻ്റെ റൂട്ട് എത്രയാണ്? 6√2 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാമോ? നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. 72-നെയൊക്കെ ഫാക്ടറൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസറിലോട്ട് കിട്ടും. ഓക്കെ, 2 വെച്ച് ചെയ്യുവാണെങ്കിൽ 2 3s 6, 12 6. 2 വെച്ച് ചെയ്യുവാണെങ്കിൽ എത്ര വരും? 2 1s 2, 8 2 9 അല്ലേ? 3 3s 9 അല്ലേ? അപ്പോൾ എത്ര വരും? 3 × 3 3 രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പുറത്തോട്ട് എടുക്കാം. 3 ഇതിവിടെ രണ്ടെണ്ണം വന്നാൽ ഒരെണ്ണം പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 3 × 2 6 6√2 അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഏരിയ കണ്ടുപിടിക്കലല്ലേ പണി. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? ഏരിയ കണ്ടുപിടിച്ചെടുക്കാൻ ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് 4√2 × 6√2. അപ്പോൾ ആൻസർ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 48 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആൻസർ എത്ര? 24 സ്ക്വയർ യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 1, -5 ആൻഡ് 4, 5 ഇസ് ഡിവൈഡഡ് ബൈ x ആക്സിസ്. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാനിവിടെ ഇപ്പോൾ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, അവിടുത്തെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ഉണ്ടല്ലോ. 1, -5 അതുപോലെ തന്നെ -5, 5 അല്ലേ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? നമ്മൾ വീണ്ടും ഇത് എന്ത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കണക്കാക്കും? k:1 അങ്ങനല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്. ഇങ്ങനെ ഇവിടെ ഞാൻ y എന്ന് പറഞ്ഞാൽ ഇട്ടെ, അവിടെ y0 എന്ന് പറഞ്ഞാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഒരു ലൈനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസ് ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അസംഷൻ കൊടുക്കുകയാണ്. എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? k:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരു അസംഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ലേശം നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. എന്താണ്? ഇതല്ലേ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാം. ഇത് x1 y1 x2 y2. സോ വി ക്യാൻ അപ്ലൈ k:1 റേഷ്യോയിലല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം mx2 എന്ന് പറഞ്ഞാൽ k × -4 പ്ലസ് 1 × 1 ഡിവൈഡഡ് ബൈ k+1. അടുത്തത് y കോർഡിനേറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? -5 × -5 നമ്മളത് k വെച്ച് പറയണം അല്ലേ? അപ്പോൾ k × 5 mx2 k × 5 പ്ലസ് 1 × -5 ഡിവൈഡ് ബൈ k+1. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്സ്. എനിവേ നമ്മുടെ ഡിവിഷൻ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമേ കാണത്തുള്ളൂ. y കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എളുപ്പം 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യലാണ് കേട്ടോ. എളുപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ എളുപ്പം എത്തും. എക്സ് പോയിന്റ് നിങ്ങൾക്ക് ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് പോയിന്റാണ്? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം.
വൈ ആക്സിസ് 0 ആണല്ലോ, വൈ ആക്സിസ് 0 ആണല്ലോ. അപ്പം ഈ വൈ കോർഡിനേറ്റ് 0 ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? വൈ കോർഡിനേറ്റിനെ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കെയുടെ വാല്യൂ എളുപ്പം കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ നിങ്ങൾക്ക് എത്ര എന്ന് പറഞ്ഞ് കിട്ടും? 1 എന്ന് പറഞ്ഞ് കിട്ടും. കണ്ടോ? അപ്പോൾ കെയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? k:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. കെയുടെ വാല്യൂ 1 എന്നാണ് പറഞ്ഞത്. 1 എന്ന് പറഞ്ഞാൽ 1/1:1. 1/1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റേഷ്യോ തന്നെയാണ്? 1:1 റേഷ്യോ തന്നെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ പോരെ? പോയിന്റ് എങ്ങനെ എടുക്കും? -4 × 1 + 1 കെയുടെ വാല്യൂ കിട്ടിയാണല്ലോ, ഡിവൈഡ് ബൈ 1 + 1 2. അപ്പം -4 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? -3/2 എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് അറിയാലോ, ഓൾറെഡി 0 ആണ്. പിന്നെ അതിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കത് വൈ കോർഡിനേറ്റ് ഓൾറെഡി 0 ആണ്. പിന്നെ നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആൻസർ എന്ത് കിട്ടും? -3/2, 0 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ വെരി ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊക്കെ ഒത്തിരി ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഷോർട്ട് കട്ട്സ് എല്ലാം പഠിപ്പിച്ചാൽ നിങ്ങൾ ചിലപ്പം എക്സാംസിന് നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കല്ലേ. കാര്യം നമ്മൾ തിയറി എക്സാം ആണ്. പക്ഷേ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതിന് കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതിൻ്റെ ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? എന്താണ്? നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. നോക്കെ. If 1, 2, 4, y, x, 6 and 3, 5 are the vertices of a parallelogram. ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രത്തിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ഇവർ ചോദിച്ചേക്കുന്നത്? എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, പാരലോഗ്രാമത്തിൻ്റെ ഡയഗണലുകൾ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. പാരലോഗ്രത്തിൻ്റെ ഡയഗണലുകൾ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. ഇവിടെ നമ്മളത് എഴുതിയിട്ടുണ്ട്. ഇൻ്റർസെക്ഷൻ ഓഫ് പോയിന്റ് ഓഫ് ഡയഗണൽ എ സി ആൻഡ് ബി സി ഓൾസോ ഡിവൈഡ്സ് ദീസ് ഡയഗണൽസ്. ദെയർഫോർ ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് ബി ഡി. അതായത് ഈ ഒ എന്ന് പറയുന്ന പോയിന്റ് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, ഡി ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ. രണ്ടുപേരുടെ മിഡ് പോയിന്റ് സെയിം ആണ്. അപ്പം നമുക്ക് ഡി ബിയുടെ മിഡ് പോയിന്റ് എടുക്കാം. ഡി ബിയുടെ മിഡ് പോയിന്റ് എങ്ങനെ എടുക്കും? മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കാം. 3 + 4. 3 + 4 എത്രയാണ്? 7. 7/2 അല്ലേ? x1 + x2/2. 3 + 4/2. ഇനി അത് തന്നെയാണ് ആരുടെ മിഡ് പോയിന്റ്? എ സിയുടെ മിഡ് പോയിന്റ്. എ സിയുടെ മിഡ് പോയിന്റ് അപ്പോൾ എത്രയാണ്? എക്സ് കോർഡിനേറ്റ് എടുത്ത് x + 1/2. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 - 1. അപ്പോൾ എത്ര കിട്ടും? 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, നിങ്ങൾക്ക് 6 കിട്ടിയല്ലോ. സിമിലർലി നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചെടുക്കാം. എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കും? നോക്ക്. എ സിയുടെ മിഡ് പോയിന്റ് തന്നെയാണ് ഡി ബിയുടെ മിഡ് പോയിന്റ്. അപ്പോൾ എ സിയുടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞേ, വൈ കോർഡിനേറ്റ് പറഞ്ഞേ. എ സിയുടെ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്ത് എ സിയുടെ ആണ് എത്ര കിട്ടും? എ സിയുടെ വൈ കോർഡിനേറ്റ് മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? 2 + 6. 2 + 6/2. 2 + 6 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം എ സിയുടെ മിഡ് പോയിന്റ് വൈ കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഡി ബിയുടെയും മിഡ് പോയിന്റ്. ഡി ബിയുടെയും മിഡ് പോയിന്റ് ഞാൻ എടുക്കാൻ പോവാണേ. എന്താണ് ഡി ബിയുടെ വൈ കോർഡിനേറ്റ്? എത്രയാണ്? 5 + y/2 അല്ലേ? അതായത് എ സിയുടെ വൈ കോർഡിനേറ്റ്, എ സിയുടെ മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് തന്നെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്? ഡി ബിയുടെയും മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ എ സിയുടെ മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് എത്ര? 4. അപ്പോൾ ഡി ബിയുടെ മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയ? 5 + y/2 എന്ന് പറഞ്ഞല്ലേ കിട്ടിയത്. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തോ. 5 + y/2 = എത്രയാ? 4. ക്രോസ് മൾട്ടിപ്ലൈ. 5 + y = 8. അല്ലെങ്കിൽ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 - 5. ആൻസർ എത്ര കിട്ടും? 3. കണ്ടോ? അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ച്? എക്സും കണ്ടുപിടിച്ച്, വൈയും കണ്ടുപിടിച്ച്. കണ്ടോ? എക്സും കണ്ടുപിടിച്ച്, വൈയും കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മുടെ 2 പോയിന്റ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എത്രയാണ്? എക്സ് 6ഉം വൈ എത്രയാണ്? 4. എക്സ് 6ഉം വൈ എന്ന് പറയുന്നത് 4 അല്ല, വൈ എന്ന് പറയുന്നത് എത്രയാണ്? 3. കണ്ടോ? നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണ്?
മക്കളെ ഇതിൻ്റെ അകത്ത് ഇതൊരു പാരലോഗ്രാമാണ്. ഈ പാരലോഗ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാരലോഗ്രത്തിൻ്റെ ഡയഗണലുകൾ രണ്ടുപേരുടെയും മിഡ് പോയിന്റ് സെയിം ആയിരിക്കും. അതായത് എ സിയുടെ മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും എന്ത് ഡി ബിയുടെ മിഡ് പോയിന്റ്. അപ്പോൾ എ സിയുടെ മിഡ് പോയിന്റ് എങ്ങനെ എടുക്കും നമ്മൾ? x1 + x2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x/2 അല്ലേ? എ സിയുടെ മിഡ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 1 + x/2 അല്ലേ? ഡി ബിയുടെ എക്സ് കോർഡിനേറ്റ്, ഡി ബിയുടെ മിഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എത്ര വരും? 3 + 4/2. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 7/2 = x + 1/2. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി സിമിലർലി വൈ കോർഡിനേറ്റ് കൊടുക്കാം. എന്താണ്? എ സിയുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നിടത്ത് എന്ത് വരും? എ സിയുടെ മിഡ് പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 + 6/2. അപ്പോൾ എത്ര കിട്ടും? 2 + 6 എന്ന് പറഞ്ഞാൽ 4. 2 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. 8/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4. ഇനി അത് തന്നെയായിരിക്കും ഡി ബിയുടെയും വൈ കോർഡിനേറ്റിൻ്റെ ഡി ബിയുടെയും മിഡ് പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5 + y/2. അപ്പോൾ അത് ഞാൻ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വൈയുടെ വാല്യൂ കിട്ടി. എത്ര കിട്ടി? 3 കിട്ടി. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ. അപ്പം അതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെ, നിങ്ങൾക്കത് നോട്ടിൽ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യം മനസ്സിലാവും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു. ഷോർട്ട് കട്ട് സിമ്പിളാണ്. ഇത് കണ്ടോ, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. നോക്ക്, എക്സ് ആക്സിസിൽ ഈ 1 എന്ന് പറയുന്നത് എത്രയായി മാറി? 4 ആയി മാറിയില്ലേ? എക്സ് ആക്സിസിൽ 1 എന്ന് പറയുന്നത് 4 ആയി മാറിയില്ലേ? അപ്പോൾ എത്ര യൂണിറ്റ് മൂവ് ചെയ്തു? 3 യൂണിറ്റ് മൂവ് ചെയ്തു. 1 4 ആണെന്നുണ്ടെങ്കിൽ +3 ആണ്. അപ്പോൾ ഇവിടെ ഡി നോക്കിക്കേ, ഡിയുടെ അവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 3. സിയുടെ അവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? എക്സ്. അപ്പോൾ നോക്കാം, എയിൽ 1 എ ബി എന്ന് പറയുന്ന ഒരു എക്സ് ആക്സിസ് ആയിട്ട് കണക്കാക്കുക. എ ബി എന്ന് പറയുന്ന ഒരു എക്സ് ആക്സിസ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ എക്സ് ആക്സിസ് 1 4 ആയി, അതായത് 3 യൂണിറ്റ് മൂവ് ആയി. അപ്പോൾ ഇവിടെ ഇതും എക്സ് ആക്സിസ് തന്നെയല്ലേ? അപ്പോൾ 3യും എത്ര യൂണിറ്റ് മൂവ് ചെയ്യണം? 3 യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ 3 + 3 ഈ എക്സ് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, നോക്കിയേ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ. വൈ കോർഡിനേറ്റ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റ് എത്രയാണ്? 2 അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ കോർഡിനേറ്റ് 2 ആണ്. അത് വൈ ആയി. അത് അപ്പോൾ വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ മുകളിൽ നോക്കിയാൽ മതി. മുകളിൽ 3യുടെ ഇപ്പുറത്തുള്ള 5, അതൊരു വൈ ആണ്. ആ വൈ എത്രയായി മാറി? 6 ആയി മാറി, അതായത് 1 യൂണിറ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ താഴെ 1 യൂണിറ്റ് കൂടണം, അതായത് 2 എത്രയായി മാറിയിട്ടുണ്ടാവണം? 3 ആയിട്ടുണ്ടാവണം. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്, 6ഉം 3ഉം. കണ്ടോ, ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായാൽ നിങ്ങളൊന്ന് നോക്കുക. എ ബി അതൊരു എക്സ് ആക്സിസ് ആയിട്ട് കണക്കാക്കണം. കണ്ടോ, ഇതൊരു എക്സ് ആക്സിസ് അല്ലേ? അപ്പോൾ എക്സ് ആക്സിൽ 1 4 ആയി എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് കയറി. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ 3 യൂണിറ്റ് കയറണം. 3 എത്രയായി മാറണം? 3 യൂണിറ്റ് കൂടിയ 6 ആവും. ഇവിടെ 2 എന്ന് പറയുന്നത് മുകളിൽ 5 എന്ന് പറയുന്നത് 6 ആയി, 1 യൂണിറ്റ് കൂടി. അപ്പോൾ ഇവിടെയും 2 എന്നുള്ള 1 യൂണിറ്റ് കൂടണം, 3 ആണ്. വേണം നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇതിലും അത് തന്നെ ആയിരിക്കും. നോക്ക്, ഇവിടെ 1 3 ആയി, അപ്പോൾ എത്ര യൂണിറ്റ് കൂടി? 2 യൂണിറ്റ് കൂടി അല്ലേ? അപ്പോൾ ഇവിടെ 4 എന്നുള്ളത് 2 യൂണിറ്റ് കൂടണം. 2 യൂണിറ്റ് കൂടി എത്രയാവും? 6. ഇവിടെ 2 5 ആയി, കണ്ടോ? അപ്പോൾ 3 യൂണിറ്റ്സ് കൂടി. അപ്പോൾ ഇവിടെ 3 യൂണിറ്റ്സ് കൂടിയിട്ടാണ് ഈ 6 വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കിലോട്ട് പോകണം. എന്നുവെച്ചാൽ 5 എത്ര 2 ആവാൻ എത്ര യൂണിറ്റ് കുറയണം? 3 യൂണിറ്റ് കുറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 3 യൂണിറ്റ് കുറഞ്ഞാൽ എത്ര യൂണിറ്റ് വരും? 3 വരും വൈയുടെ അവിടെ. അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ ആൻസറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫൈനലായിട്ട് നിങ്ങളുടെ ആൻസറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏതിലൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ സ്ക്വയറിൽ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് പാരലോഗ്രത്തിൽ അപ്ലൈ ചെയ്യാം, ഇപ്പം നമ്മൾ ചെയ്തല്ലോ. പിന്നെ റെക്റ്റാങ്കിളിൽ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ റോംബസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ നമുക്കിത് ഓരോന്ന് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചില ട്രിക്സാണ്. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടിയ ആൻസറുകൾ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ട്രിക്കുകളാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നേരത്തെ പറഞ്ഞ ലോജിക്ക് ഇതിൻ്റെ അകത്തും അപ്ലൈ ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം നോക്കിക്കോ, അപ്പോൾ ഇത് എ ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിന്റ് XY, ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ 1 4, അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് 2 3. ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നില്ല, അതുപോലെ നിങ്ങൾക്കും കുറേ ട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കാര്യം നമ്മൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സിമിലാരിറ്റീസ് ഒക്കെ മനസ്സിലാവും ഇതിൻ്റെ അകത്ത്. കോർഡിനേറ്റ് ജോമെട്രി, അതാണ് കോർഡിനേറ്റ് ജോമെട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഒരു കണക്കുകൾ ചെയ്യുമ്പം എന്തുകൊണ്ട് ചില സംഭവങ്ങളൊക്കെ ഭയങ്കര യൂണിഫോം ആയിട്ടൊക്കെ ചേഞ്ചിങ് ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ സാറിന് പറഞ്ഞു തരാം. നമ്മളിതിങ്ങനെ കുറേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഒക്കെ തന്നെ വരും. ഓക്കെ, നിങ്ങൾ 10th സ്റ്റുഡൻസും കൂടെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഐഡിയാസ് വരണം. നിങ്ങൾ ഫർദർ ഓൺ ഇനി വലിയ ക്ലാസ്സുകളിലോട്ടൊക്കെ കയറുന്ന ആൾക്കാരാണ്. കുറേ കോഴ്സുകൾ, നല്ല കോഴ്സുകളിലോട്ടൊക്കെ പോകേണ്ട കുട്ടികളാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് മൂവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താ, എ എന്ന് പറയുന്ന പോയിന്റ് എന്താ x,y, സി എന്ന് പറയുന്നത് 2,3, ബി എന്ന് പറയുന്നത് 1,4. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് കേട്ടോ. ഡയമീറ്റർ ആണെങ്കിൽ സി എന്ന് പറയുന്ന സെൻറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് ഫോർമുല ഉപയോഗിച്ചൂടെ, എന്ത് വരും, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്തൂടെ, എന്ത് വരും, 1 + x/2 ഇസ് ഈക്വൽ ടു എത്രയാ, 2 അല്ലേ. അപ്പം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 2 × 2 4, 4 - 1 3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് കിട്ടും, 3 എന്ന് പറഞ്ഞു കിട്ടും. അത് സിമിലർലി നിങ്ങൾക്ക് y കോർഡിനേറ്റും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, 4 + y/2, 4 + y/2 ഇസ് ഈക്വൽ ടു എന്ത് വരും, -3. അപ്പോൾ നിങ്ങൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ 4 + y ഇസ് ഈക്വൽ ടു എത്രയാണ്, -6. അതിലെ y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, -10. ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ ആൻസർ. മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇനി ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ മിഡ് പോയിന്റ്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് നാളെ, നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ ക്ലാസ് കൊണ്ട് ഇത് ചാപ്റ്റർ തീരുവാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററോ എന്ത് ചാപ്റ്റർ ആണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഫീൽ ഫ്രീ ടു ആസ്ക്. ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കത്തൊന്നുമില്ല, അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിന് വരുമ്പം പോകരുത്. ഓക്കെ, സോ താങ്ക് യു ഓൾ.